ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ നമ്മൾ ഇട്ടിട്ട് കുറേ നാളായല്ലോ. അപ്പം ഒത്തിരി ലോങ് ഒന്നും അല്ല കേട്ടോ, ഒരു 5-6 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും പോകില്ല. അപ്പം അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നിന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് വീട്ടിലെ ജോലികൾ പെട്ടെന്ന് അങ്ങ് തീർക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാന്താരി പറിച്ചെടുക്കണമായിരുന്നു. കാന്താരി പറിക്കാൻ വന്നേ കേട്ടോ. ഞാൻ വെള്ളക്കാന്താരിയെ മാത്രമേ ഇന്ന് പറിച്ചുള്ളൂ. ഉണ്ടമുളകൊന്നും പറിക്കാൻ പോയില്ല, നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കല്യാണ സുഗന്ധിയൊക്കെ നിറയെ മുട്ടിയിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ പൂ ഞാൻ പറിച്ച് കാണിക്കാം. നല്ല മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് നമ്മുടെ കല്യാണ സുഗന്ധിക. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ജോലികൾ തീർക്കണമല്ലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ കൂമ്പ് പൊളിച്ച് വെച്ച് അതിൻ്റെ ആ ഒരു ഭാഗം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ കറയെല്ലാം പോയാലല്ലേ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കൂമ്പൊക്കെ എപ്പോഴും കട്ടിംഗ് ബോർഡിലാണ് അരിയാറുള്ളത്. ഈ കൂമ്പിൻ്റെ നടുകിലെ ആ ഒരു സാധനം നമ്മൾ മുറിച്ച് കളയും. അതിട്ട് കഴിഞ്ഞാൽ കൈക്കൂന്ന് പറയും, കാളാമുട്ട. നമ്മൾ കൈ വെച്ച് കൊത്തി അരിയുമ്പം അതല്ലാതെ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. കട്ടിംഗ് ബോർഡിലാകുമ്പോൾ നടുകെ കീറിയിട്ട് ഇങ്ങനെയാണ് കളയാറുള്ളത്. പിന്നെ നമ്മൾ ഈ കൂമ്പും അതുപോലെ വാഴയ്ക്കൊക്കെ അരിയുമ്പോൾ കയ്യിൽ കറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണ പുരട്ടാറുണ്ട്. കട്ടിംഗ് ബോർഡിലും പിച്ചാത്തിയിലും അതുപോലെ കയ്യിലും വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊന്നും അങ്ങനെ കറക്കില്ല കേട്ടോ. അപ്പം ഇന്ന് കോളേജ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ജോലികൾ തീർത്തിട്ട് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് ഞാൻ ആദ്യമേ തീരുമാനിച്ച് കൂമ്പ് തോരനൊക്കെ നേരത്തെ പൊളിച്ച് വെച്ചിരുന്നു. പിന്നെ നമ്മുടെ വൻപയർ വേവിച്ചും വെച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൻപയർ ഇട്ടിട്ട് കൂമ്പ് തോരൻ വെക്കാൻ. അങ്ങനെ നമ്മൾ കൂമ്പിന് എല്ലാം അരിഞ്ഞു വെച്ചു. പയർ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചു. അതിനുശേഷം ചപ്പാത്തിക്ക് എന്ത് കറി വയ്ക്കുമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ പനീറുണ്ടായിരുന്നു. പനീറെടുത്ത് ഒരു മസാല അങ്ങ് തട്ടിക്കൂട്ടി വെച്ചേ. അതാകുമ്പോൾ പെട്ടെന്ന് ചോറിനാണേലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് പനീർ മസാലയും ചെയ്തെടുത്തു. പിന്നാണെങ്കിൽ കൂമ്പിൻ്റെ എല്ലാം അരിഞ്ഞ് പെട്ടെന്ന് തേങ്ങ ചിരകി വെളുത്തുള്ളിയും പൊളിച്ച് വെച്ചു. വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് പെട്ടെന്ന് ഒതുക്കിയെടുത്ത് അരപ്പേ. എന്നിട്ട് നമ്മുടെ കൂമ്പ് തോരനങ്ങ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച് കൂമ്പ് തോരന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മളാണെങ്കിൽ അരിയും ഉഴുന്നും ഏതെങ്കിലും ഇട്ടാൽ മതി. ഞാനാണെങ്കിൽ അരി ഉഴുന്നൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് തോരന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ വറ്റൽ മുളക് കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാവുമ്പം കറിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും അതിട്ട് 2-3 തവണ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ അരപ്പൊടി ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരാവി വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇളക്കി അങ്ങ് എടുക്കും. അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പയർ തോരനല്ല, കൂമ്പും പയറും കൂടി ഇട്ടിട്ടുള്ള തോരൻ റെഡിയായേ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മോരുകറി വെക്കാമെന്ന് വെച്ചു. കൂമ്പ് തോരനോ അല്ലെങ്കിൽ ഓമയ്ക്ക തോരനോ ഉണ്ടെങ്കിൽ എനിക്ക് മോരുകറി നിർബന്ധമാണ്. എനിക്ക് മോരും തൈരും ഇല്ലാത്തൊരു ദിവസത്തെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മോരുകറി. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടൊരു മോരുകറി വെക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യമേ പോയിട്ട് നമ്മുടെ എന്തായിരുന്നു കാന്താരിമുളക് പറിച്ചിട്ടാണ്. കാന്താരിമുളക് എണ്ണയിൽ നല്ല വാടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ചോറിൻ്റെ കൂടെ ഉടച്ച് കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഇനി പെട്ടെന്ന് നമ്മുടെ ജോലികളൂടെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കറികളും തോരനും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളില്ലേ അതെല്ലാം നന്നായിട്ട് കഴുകി വെക്കുക. കഴുകിയതിന് ശേഷം ഇത് വാലാൻ വേണ്ടിയിട്ട് സിങ്കിൻ്റെ മേളിൽ തന്നെ നമ്മളൊരു കൊട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊട്ടയിലേക്ക് ഇട്ട് കഴിയുമ്പം വെള്ളം പെട്ടെന്ന് അങ്ങ് പോയതിന് ശേഷം നമുക്ക് യഥാസ്ഥലത്തേക്ക് നമ്മുടെ പാത്രങ്ങൾ എടുത്ത് വയ്ക്കാവേ. ഇനി പെട്ടെന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും വിനാഗിരിയും കൂടെ എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് നമ്മുടെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇല്ല പെട്ടെന്ന് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ദോശയോ അങ്ങനെ തോരനോ മോരുകറിയൊക്കെ വെച്ചതിന് ശേഷം ഇങ്ങനെ തെറിച്ച് വീഴുമല്ലോ. അതൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എല്ലാം നന്നായിട്ടങ്ങ് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തു. കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പെട്ടെന്ന് റെഡി ആയത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു വെള്ളം വെച്ചിട്ട് ആദ്യം നന്നായിട്ട് തുടയ്ക്കും. പിന്നെ ഇതിനായിട്ട് നമ്മളൊരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. ആ സ്ക്രബ്ബർ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ചതിന് ശേഷം പിന്നെയും നമ്മൾ വേറെ നല്ല വെള്ളത്തിൽ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചോറ് പാത്രം ഒക്കെ മാറ്റിയതിന് ശേഷം ആ അടുപ്പിൻ്റെ അവിടെയൊക്കെ കരിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കും. ആ പൊടിയെല്ലാം കൂടെ തട്ടി അടുപ്പിലോട്ടിട്ടിട്ട് നമ്മൾ ചെറിയൊരു ചിരട്ടത്തവി വെച്ചിട്ടുണ്ട്. ഈ
ചാരം കോരി മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാരം കോരി മാറ്റിയിട്ട് നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് ആദ്യം അവിടെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കും. തുടച്ചതിന് ശേഷം പിന്നെ നമ്മൾ കരി ഒത്തിരി ഉണ്ടെങ്കിൽ സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരയ്ക്കും. ഉരച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം, അതിട്ടിട്ടൊന്ന് തുടയ്ക്കും. പിന്നെ സാധാ വെള്ളത്തിലൂടെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് സിങ്ക് കൂടെ തട്ടിക്കൂട്ടി കഴുകിയിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് പൂ പിച്ചേ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് പൂവേ പിച്ചുള്ളൂ, സമയമില്ലായിരുന്നു. അതുകൊണ്ട് കൈ കിട്ടിയ പൂവൊക്കെ പറിച്ച് പെട്ടെന്ന് നമ്മൾ ബസ് കയറി അമ്പലത്തിലോട്ട് ചെന്നേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നേ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.